നമസ്കാരം, ബൈജു ആണ്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ സാധാരണയായി സ്വർണം പണയം വെക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോഴിതാ സ്വർണ്ണ പണയ വിപണിയിലേക്ക് പുതിയൊരു വമ്പൻ കമ്പനി കൂടി എത്തുകയാണ് കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? എന്തായാലും ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അതായത് ടാറ്റയ്ക്കും ഗോദ്രേജിനും പിന്നാലെ ആദിത്യ ബിർള ക്യാപിറ്റലും സ്വർണ്ണ പണയ മേഖലയിലേക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തിൽ ഉടനീളം 1000-ലധികം പ്രത്യേക ഗോൾഡ് ലോൺ ശാഖകൾ ആരംഭിക്കാനാണ് ആദിത്യ ബിർള ക്യാപിറ്റൽസിന്റെ പദ്ധതി. നേരത്തെ കേരളം ആസ്ഥാനമായ യോഗക്ഷേമം ലോൺസിന്റെ 88.6% ഓഹരികൾ സ്വന്തമാക്കി ടാറ്റയും ഈ മേഖലയിലേക്ക് പ്രവേശിച്ചിരുന്നു. അതേസമയം കനകദുർഗ ഫിനാൻസിന്റെ സ്വർണ്ണപ്പണയ ബിസിനസ് ഏറ്റെടുത്താണ് ഗോദ്രേജിന്റെ രംഗപ്രവേശനം. ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ. അതായത് റിസർവ് ബാങ്ക് അൺസെക്യൂർഡ് വ്യക്തിഗത വായ്പകളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ സുരക്ഷിതമായ വായ്പാ മേഖലയിലേക്ക് ധനകാര്യ കമ്പനികളുടെ ശ്രദ്ധ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആകർഷകമായ മേഖലയാണ് സ്വർണ്ണപ്പണയ മേഖല എന്നത്. ഓക്കെ, കാരണം സ്വർണം ഈടായി നമുക്ക് ഉള്ളതിനാൽ വായ്പ വേഗത്തിൽ നൽകാനും സാധിക്കും. അതേസമയം ഇന്ത്യയിലെ ഗോൾഡ് ലോൺ വിപണി അതിവേഗം വളരുകയാണെന്നുള്ള സൂചനയും അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ടാറ്റയും ഗോദ്രേജും ബിർളയും പോലുള്ള വമ്പന്മാർ കൂടി ഈ രംഗത്തെത്തുമ്പോൾ ഉപഭോക്താക്കൾക്ക്, അതായത് സാധാരണക്കാരെ നമുക്ക് എന്ത് ഗുണമാണെന്നും നോക്കിയാലോ. അതായത് കൂടുതൽ കമ്പനികൾ തമ്മിൽ മത്സരം ശക്തമായാൽ കുറഞ്ഞ പലിശ നിരക്കും മികച്ച സേവനങ്ങളും കൂടുതൽ ഓഫറുകളും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നമ്മൾ സ്വർണം പണയം വെക്കുമ്പോൾ പലിശ മാത്രമല്ല നോക്കേണ്ടത്, അതിന്റെ പ്രോസസ്സിംഗ് ഫീസ്, പിഴ, കാലാവധി തിരിച്ചടവ്, സ്വർണം ലേലം ചെയ്യുന്ന വ്യവസ്ഥകൾ എന്നിവയും കൂടി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഒരു തീരുമാനം എടുക്കാവൂ. എന്തായാലും വമ്പൻ കമ്പനിമാരെല്ലാവരും കൂടി ഇപ്പോൾ ഓൾറെഡി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. വിപണിയും ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലാഭം ആർക്കെന്നാണ് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ സ്വർണ്ണപ്പണയ വിപണിയിലെ ഈ മത്സരം നമുക്കാണോ ഗുണം ചെയ്യുക അതോ കമ്പനികൾക്കാണോ ഗുണം ചെയ്യുക എന്നത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി അതിനകത്തൊന്ന് രേഖപ്പെടുത്താം. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.